സംസ്ഥാന ജയിൽ മേധാവി ഉൾപ്പെടെയുള്ള വേദിയിൽ ജയിൽ അധികൃതർക്കു നേരെ ആറ്റിങ്ങൽ എംഎൽഎയുടെ കടുത്ത വിമർശനം. ആറ്റിങ്ങൽ സബ് ജയിലിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലായിരുന്നു എംഎൽഎ OS അംബികയുടെ കുറ്റപ്പെടുത്തൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയേറെ സന്തോഷം തോന്നുന്ന നിമിഷമാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കുമാരി മാഡമാണ്. അവരുടെ ഫോട്ടോ പോലും ഇതിൽ വച്ചിട്ടില്ല. അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇവിടെ മുനിസിപ്പാലിറ്റി കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്നും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സാറിനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഈ മൂക്കിന്റെ തുമ്പത്താണ് ഓഫീസ്. ആ ചെയർപേഴ്സന്റെ പേരുകൾ വെക്കാതെയാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിരുന്നത്. ശരിയായ നടപടിയല്ല എന്ന് ഞാൻ ഇവിടെ ജീവനക്കാരെയും സൂപ്രണ്ട് ഉൾപ്പെടെ പറയുകയാണ്. നിങ്ങൾക്കറിയാം, വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് MLA എന്നുള്ള നിലയ്ക്കും ഒരു ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്കും ഇവിടുത്തെ അന്തേവാസികൾക്ക് ഉൾപ്പെടെ വളരെ സഹകരണ മനോഭാവത്തോടു കൂടിയാണ് നമ്മളിത് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നോട്ടീസിലും ഫ്ലക്സ് ബോർഡുകളിൽ ഒന്നിലും നഗരസഭാ ചെയർപേഴ്സന്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിച്ചത്. നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ അവിടെ നടക്കുന്ന പൊതുപരിപാടികളിൽ നഗരസഭാ ചെയർപേഴ്സന് മുഖ്യ പങ്കുണ്ടെന്നും അത് മനസ്സിലാക്കാതെയാണ് ജയിൽ അധികൃതരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനമെന്നും ചൂണ്ടിക്കാട്ടിയാണ് MLA കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടകയായി നിശ്ചയിച്ചിരുന്നത് MLA ആയിരുന്നു. മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തത് കാരണം എത്താൻ വൈകിയതുമൂലം ബൽറാം കുമാർ ഉപാധ്യായ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ആറ്റിങ്ങൽ MLA നടത്തിയ ആശംസാ പ്രസംഗത്തിനിടയിലാണ് ജയിൽ അധികൃതരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. എന്നാൽ നഗരസഭാ ചെയർപേഴ്സൺ പരിപാടിക്ക് പങ്കെടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.